രാവിലെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിട്ട് നമ്മൾ രാവിലെ ഇഡ്ഡലിയും ചട്നിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ പിള്ളേർക്കും കൊടുത്തു. ചേട്ടായിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി വന്ന ചട്നിക്കകത്തേക്ക് ഞാൻ എൻ്റെ 2 ഇഡ്ഡലി കഷ്ണം എടുത്തിട്ട് ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ പാത്രത്തിൽ ചട്ടിക്കകത്തൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം, കറിച്ചട്ടിക്കകത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. ഒരു പാത്രമെങ്കിൽ ഒരു പാത്രം ലാഭിക്കാമല്ലോ എന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ, അത് കഴുകണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ നേരെ ഇനിയിപ്പോൾ ഉണ്ണിയുടെയും കുഞ്ഞാമ്മിയുടെയും ഗിഫ്റ്റ് ബോക്സ് പൊതിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചിട്ട് മോളി വെച്ചേക്കായിരുന്നു, അവർക്ക് കൈ എത്താത്തൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചേക്കായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല, അവരതിന് മുന്നേ എല്ലാം പൊട്ടിച്ച് നിരത്തി നാശകൂശമാക്കും. അത് കാരണം ഞാനെടുത്ത് മോളി വെച്ച് അവർക്ക് കൈ എത്താത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരേപോലെ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയും കുഞ്ഞാമിയും തമ്മിൽ 4 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും അവരുടെ ബർത്ത്ഡേ വരുന്നത് ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് കേട്ടോ. ഒരാളുടെ 28ഉം ഒരാളുടെ 8ഉം, അങ്ങനെ അത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ 2ആയിട്ട് ചിലവ് ചെയ്ത് 2ആയിട്ട് ആഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ എപ്പോഴും ആഘോഷിക്കാറുള്ളത്. ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ച് ഒരുമിച്ച് പായസമൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഭയങ്കര ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ചെയ്താൽ മതി എന്ന് അവർ പറയൂ കേട്ടോ. നമ്മുടെ കാലത്തൊന്നും ഒരു കേക്കും ഉണ്ടായിരുന്നില്ല, ഒരു ഡ്രസ്സ് മേടിച്ച് തരുമായിരുന്നു കേട്ടോ. എനിക്ക് അമ്മ എപ്പോഴും ഒരു ഡ്രസ്സ് മേടിച്ചായിരുന്നു, കാരണം പിന്നെ ഇടുകയൊക്കെ ചെയ്യാം. കേക്ക് കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കേക്കൊന്നും അപ്പോൾ അങ്ങനെ അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മളൊക്കെ. അപ്പോൾ ഇവർക്ക് ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കുന്ന ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞാമിക്ക് അങ്ങനെ അറിയൊന്നുമില്ല, എന്നാലും അവൾക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതി കൊടുക്കുന്ന കുഞ്ഞാമിക്ക് വിഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ണിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ കുഞ്ഞാമിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അവൾ കരയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കാരണം കുഞ്ഞാമിക്ക് അറിയില്ലെങ്കിലും കുഞ്ഞാമിക്കും കൊടുത്തു. അങ്ങനത്തെ കാര്യമൊക്കെ ഇപ്പോൾ ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ രാവിലെ തന്നെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് പെറുക്കി വെച്ചു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇവിടെ പെരുന്നാളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ നേർച്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. കോഴീനെ നമ്മൾ വിളിക്കും പള്ളിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു കോഴീനെ വിളിച്ചായിരുന്നു. പൂവൻ കോഴീനെ മേടിക്കാൻ പറഞ്ഞിട്ട് ചേട്ടായി പോയിട്ട് പെടക്കോഴീനെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കാരണം എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും അതിനകത്ത് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഇന്ന് കൊന്നില്ലായിരുന്നെങ്കിൽ നാളെ ഒരു മുട്ട ഇട്ടേനായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളതിനെ കൊന്ന് 3-4-5 മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കുഞ്ഞു മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ വെച്ച് ചിക്കൻ കറിയൊക്കെ വെച്ചു കേട്ടോ. ഇപ്രാവശ്യത്തെ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കുഴഞ്ഞു പോയിരുന്നു. എൻ്റെ അളവ് തെറ്റി കുറച്ച് കുഴഞ്ഞു പോയതുകൊണ്ട് ആർക്കും ഞാൻ കൊടുത്തില്ല. ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് അവിടെ കുത്തിയിരുന്ന് കഴിച്ചു കേട്ടോ മൊത്തം. അപ്പോൾ അങ്ങനെ ബിരിയാണി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചവരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച്, ചൂടല്ലേ അപ്പോൾ കുറച്ച് തണുപ്പിച്ച് ജ്യൂസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് മാങ്ങാപ്പഴം ഉണ്ടായിരുന്നു, മാങ്ങാപ്പഴം വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിങ്ങനെ ചെത്തി എടുക്കുമ്പോഴത്തേക്കും ഞാനും പിള്ളേരും കൂടി ഇരുന്ന് കഴിച്ചു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇത് നമ്മളിങ്ങനെ കഴിച്ചിരുന്ന ജ്യൂസ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ കഴിക്കൽ നിർത്തി. പിന്നെ ഞങ്ങളങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഉണ്ണി അടുത്ത അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. പക്ഷേ അവരാരും വന്നില്ല, അവരൊക്കെ ഞങ്ങളെ പറ്റിച്ചു. അവരൊക്കെ നേരത്തെ അവിടെ ചെന്ന് വിളിച്ചു വിട്ടാൽ രാത്രിയായപ്പോൾ 8 മണിയായപ്പോൾ അവിടെ പോയി അവരെ വീട്ടിൽ പോയി വിളിച്ചെങ്കിൽ അവരൊന്നും വന്നില്ല. അവർ അപ്പോഴത്തേക്കും കിടന്നുറങ്ങി. അപ്പോൾ അവരങ്ങനെ വന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും മാത്രം അവരാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ റെഡിയായി. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നാൽ പായസത്തിനുള്ള സെറ്റാക്കാമെന്ന് വിചാരിച്ച്. സേമിയ പായസമാണ് നമുക്ക് എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ സേമിയ തന്നെ ഉണ്ടാക്കുന്നത്, മറ്റേതൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇതാ പിള്ളേർ എന്നെ എല്ലാം സഹായിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയുണ്ട്. അവരുടെ ബർത്ത്ഡേക്ക് അവരാണ് ഏറ്റവും ഉഷാറായിട്ട് ചെയ്യുന്നത് എല്ലാ കാര്യം. കുഞ്ഞാമിയാണെങ്കിൽ സേമിയ പിടിച്ചിട്ട് മുഴുവനായിട്ട് മുറിച്ച് ഒറ്റ കട്ടയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ കുത്തിയിരുന്ന് കുനുകുനാന്ന് കുഞ്ഞായിട്ട് ഒടിച്ച് പെറുക്കി എടുത്തത് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ഞാൻ തേങ്ങ ചിരണ്ടലായിരുന്നു. അയ്യോ ഇത്രയും തേങ്ങ ചിരണ്ടണ്ടേ. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി രാത്രി ആയപ്പോഴത്തേക്ക് ഞാനതാ പായസമൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ചൗരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസം റെഡിയാക്കി വെച്ചു. പിന്നെ പിള്ളേരെയൊക്കെ ഡ്രസ്സ് മാറ്റിച്ച് കുളിപ്പിച്ച് സെറ്റാക്കി. എന്നിട്ട് ബലൂൺ വീർപ്പിക്കലായിരുന്നു. ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചപ്പോഴത്തേക്കും ചേട്ടായി വന്നു. പിന്നെ ചേട്ടായി വന്നിട്ട് അതൊന്നും അവിടെ ഒട്ടിച്ച് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഒട്ടിച്ചൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ട് അപ്പോഴത്തേക്കും അവരൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ജ്യൂസ് കൊടുക്കാൻ വേണ്ടി ജ്യൂസൊക്കെ എടുത്തു. അപ്പോൾ അവർക്ക് ജ്യൂസൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മധുരം 2 സ്പൂണെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാങ്ങാപ്പഴത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. മഴ പെയ്യാത്തതുകൊണ്ടാണ് ഇത്ര മധുരം. പിന്നെ അവർ ജ്യൂസൊക്കെ കുടിച്ച്. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ലഡു മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാഞ്ഞിരത്തുനിന്നായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കേക്ക് മേടിച്ചത്. അപ്പോൾ അങ്ങനെ കുഞ്ഞാമിക്കൊരു കേക്ക്, ഉണ്ണിക്കൊരു കേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ 1.5 kg കേക്കായിരുന്നു കേട്ടോ മേടിച്ചത്. എലിഷ ലിയോണ എന്നൊക്കെ പേരൊക്കെ എഴുതി. അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട്. അവരുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ പോലെ ഞാനങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പടക്കം പൊട്ടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി പൊട്ടിച്ച്. കുഞ്ഞാമി നന്നായിട്ട് പേടിച്ചിട്ട് അവൾ കരയാൻ വരെ തുടങ്ങി. പിന്നെ അവിടെ നമ്മൾ നിർത്താമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ ഒട്ടും വെട്ടമില്ലായിരുന്നു കേട്ടോ. വെട്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കട്ട് ചെയ്ത് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ കൊടുക്കുന്ന മാത്രമേ ഇതിനകത്തുള്ളൂ. അവരെല്ലാവരും കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോയ്ക്കകത്ത് കിട്ടിയില്ല കേട്ടോ. അത് കാരണമാണ് ഇതിനകത്ത് കാണാത്തത്. അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ഇടാത്തതല്ല. അപ്പോൾ
അങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റ് മറന്നുപോയി ഗിഫ്റ്റ് കൊടുക്കുന്ന ആരുടെ. അപ്പോൾ ഉണ്ണിയോട് പറഞ്ഞു ഞങ്ങൾ ഗിഫ്റ്റ് തരുന്നില്ല, ഞങ്ങളുടെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് താ അമ്മയെന്ന് പറഞ്ഞു. അപ്പം അവരതിന് വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത്. കാരണം ആ ക്ലേ കിട്ടിയിട്ട് വേണം അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, അത് വെച്ചിട്ട് ഓരോന്നുണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കാത്തിരിക്കുന്നത് ഇവർ. അപ്പം അങ്ങനെ അവരിതാ ഞാൻ വായിച്ചു കൊടുക്കുക കുഞ്ഞാമിക്ക് എന്താ എഴുതിയെന്നൊക്കെ പറഞ്ഞ് വായിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ അവരത് ക്ലേ ഒക്കെ വലിച്ച് പൊട്ടിച്ചെടുത്ത്. അവർ പായസം കുടിക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. പപ്പയും അവരൊക്കെ ചേട്ടായിയും അവരൊക്കെ പായസമൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മുടെ സേമിയ പായസം കുടിച്ച് ഇവർ അതൊന്നും നിന്നില്ല. അവരപ്പം തന്നെ ഇടിച്ച് പരത്തി പഞ്ചറാക്കി അതിനെ ഓരോ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഡ്രസ്സേ കൂടെയൊക്കെ ആവുമെന്ന് പറഞ്ഞ് ഞാൻ കച്ചറ ഉണ്ടാക്കി. എന്നാലും അവരതൊന്നും കേട്ടില്ല. അതാ ഉണ്ണി അപ്പത്തേക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവൾ അന്ന് കിടന്നത്. അതായത് ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ അവരുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉണ്ണിയുടെയും കുഞ്ഞാമ്മയുടെയും ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേച്ചാ.